ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഉള്ള കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ലൊരു അലോവേര ജെല്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നാണ് നമ്മൾ സാധാരണ അലോവേര ജെല്ല് മേടിക്കാറ്. അപ്പോൾ അതിലെന്തൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ലൊരു അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വണ്ണത്തിലുള്ള ഒരു കറ്റാർവാഴ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യെല്ലോ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ നമ്മളത് മുറിച്ച് കഴിഞ്ഞിട്ട് 1 ഹവറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞ ലിക്വിഡ് ഫുള്ളായിട്ട് മാറുള്ളൂ. അത് നമുക്ക് സ്കിന്നിന് ഇച്ചിങ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ അലോവേര നമുക്ക് സ്കിന്നിനായാലും ഹെയറിനായാലും നല്ലൊരു ബെനിഫിറ്റ് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഡെയിലി സ്കിന്നിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈവൻ ടോണായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വഴുവഴുപ്പുണ്ട്, നമുക്ക് തൊടുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് മുള്ളുള്ള 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 സൈഡിലത്തെ പച്ച സ്കിന്ന് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് കത്തി കൊണ്ട് കളഞ്ഞിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണ പോലെ അങ്ങനെ എടുത്താലും മതി. കത്തി കൊണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നണത്. ഇത് വഴുവഴുപ്പായ കാരണം നമ്മുടെ കയ്യിൽ നിൽക്കണില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിലും കറ്റാർവാഴ നല്ലതാണ്. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്കിന്നിനും ഹെയറിനും ഒപ്പം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ. അലോവേര ജെല്ല് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഡ്രൈനെസ് മാറ്റാനും പിന്നെ ഫേസിൻ്റെ ഡിസ്കളറേഷൻ മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫേസിനൊരു ഈവൻ ടോൺ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് എന്ത് വസ്തുവാണെങ്കിലും നമ്മളത് ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാറ്റം നമുക്ക് ഫേസിന് കുറച്ചെങ്കിലും ഒരു ഗ്ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അലോവേര ജെല്ല്. അപ്പോൾ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും പിന്നെ സ്പ്ലിറ്റ്നെസ് മാറ്റാനും നല്ല സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അലോവേര ജെല്ല് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒരു പാക്ക് പോലെ അലോവേര ജെല്ലും തൈരും കൂടിയിട്ട് നല്ലൊരു പാക്ക് പോലെ യൂസ് ചെയ്താൽ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്പ്ലിറ്റ്നെസ് കുറയാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് തൊലികളൊക്കെ കളഞ്ഞിട്ട് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് പോയി കിട്ടണം. അപ്പോൾ അതിൽ കുറച്ച് തൊലിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ജാർ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ യൂസ് ചെയ്യണത് ആകെ ഒരു തണ്ട് അലോവേര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എടുക്കണം വെച്ചെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് കാലത്തിനുണ്ടാവും. ഫേസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ കുറച്ച് കാലത്തിനുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വലിയൊരു തണ്ട് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ഇതിൽ നല്ല കട്ട ഉടഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തു. ഇനി അടുത്തത് വേണ്ടത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ ജെലാറ്റിൻ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ചൈന ഗ്രാസ് ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാനത് ഉപയോഗിച്ച് ഒരു 2-3 പീസ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കണം, ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അലോവേര മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, എല്ലാ ഭാഗത്തൊന്ന് ആയി കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കാം കേട്ടോ. ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ
ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിൽ കുറച്ച് സമയം വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ സാധാരണ അലോവേര ജെല്ല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.